أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على എവിടുന്ന ഒഫി റുദ്ദല്ലേ കഴിഞ്ഞ ഇതിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത് ഇൻതൊൽഖ അതൊക്കെ ശരിക്ക് മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്, സാധാരണ കിതാബുകളിൽ നിന്നും കാണാറില്ല. അപ്പോൾ ഇൻതൊൽഖൻ്റെ വിഷയം അതുപോലെ ലമ്യൽദ നമ്മൾ സംസാരിച്ചു. ഇനി പറയാനുള്ളത് മറ്റൊരു ഇസ്തിസ്ന. നമ്മളിവിടുന്ന് വന്നിരുന്നത് ഇൽത്തിഖാഉസാക്കിനൈനി രണ്ട് സുക്കൂന് കണ്ടുമുട്ടൽ ജായിസാവാത്ത സ്ഥലങ്ങൾ, അത് രണ്ടവസ്ഥ ഉണ്ടാകും. അഥവാ രണ്ട് സുക്കൂനുകളിൽ ഒന്നാമത്തത് മദ്ദിൻ്റെ അക്ഷരം ആവുക, മദ്ദിൻ്റെ അക്ഷരം ആവാതിരിക്കുക. മദ്ദിൻ്റെ അക്ഷരമാണെങ്കിൽ അതിനെ കളയപ്പെടുകയാണ് ചെയ്യുക. മദ്ദിൻ്റെ അക്ഷരം അല്ലാത്തതാണെങ്കിൽ ആദ്യത്തതിന് ഹറക്കത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. ഇനി അവിടുന്ന് ഇസ്തിസ്ന നമ്മൾ ചെയ്തിരുന്നത് ഇൻതൊൽഖ, ലം യൽദ പോലത്തെ സ്ഥലങ്ങളിൽ എന്ത് ചെയ്തു? ആദ്യത്തിന് ഹറക്കത്ത് കൊടുക്കുന്നില്ല, മറിച്ച് രണ്ടാമത്തിനാണ് ഹറക്കത്ത് കൊടുക്കുന്നത്. അതുപോലെ മറ്റൊരു സ്ഥലം, ആദ്യത്തിന് ഹറക്കത്ത് കൊടുക്കാത്ത മറ്റൊരു സ്ഥലം, അതാണ് പറയുന്നത് വഫി റുദ്ദ, റുദ്ദയിലും ഒഴികെ, വലം യറുദ്ദ, ലം യറുദ്ദയിലും ഒഴികെ. ഈ റുദ്ദയും ലം റുദ്ദയും തന്നെ ഫി തമീമിൻ, തമീമ് ഗോത്രത്തിലല്ല, ഫി ലുഗത്തി തമീമിൻ, തമീമ് ഗോത്രക്കാരുടെ ലുഗത്തിലായ സ്ഥിതിയിൽ. അപ്പോൾ തമീമ് ഗോത്രക്കാര് നമുക്കറിയാം, നെഞ്ചാല് പഠിച്ചതുപോലെ ഇദ്ഗാമ്, അവര് ഈ ജസ്മ് അംറ് ഫീല്, അതുപോലെ ഈ ആര്യലായ സുക്കൂൻ രണ്ടാമത്തതിന് വന്നു കൊടുത്ത് അവരാ സുക്കൂനെ പരിഗണിക്കാതെ എന്താ അവർ ചെയ്യണത്? അവർ ആ സുക്കൂൻ അവിടെ സുക്കൂനുള്ളതായിട്ട് പരിഗണിക്കൂല. രണ്ടാമത്തെ സാക്കിനാകുമ്പോൾ ഇദാമ മുംതനിയാണ്, പക്ഷേ സാക്കിനായത് പരിഗണിക്കൂല, സുക്കൂനെ പരിഗണിക്കൂല. എന്നിട്ട് അവരെന്ത് ചെയ്യും? അവർ അതിനെ ഇദാമ ചെയ്യും. അതാണ് ബനൂ തമീംകാരുടെ ലുഗത്ത്. അഹ്ലി ഹിജാസിക്കാരവിടെ ഇദാമ ചെയ്യുന്നില്ല, രണ്ടാമത്തെ സുക്കൂനാണല്ലോ. ഇപ്പോൾ ഉർദുദ്, ലം യർദുദ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ സുക്കൂനാണല്ലോ, അപ്പോൾ ഇദാമ പറ്റൂലല്ലോ എന്ന നിലക്ക്. ബനൂ തമീം ഗോത്രക്കാർ ആ സുക്കൂൻ രണ്ടാമത്തെ സുക്കൂനാണെങ്കിലും ആ സുക്കൂനെ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ ഉറൂദിഹി, സുക്കൂൻ ആയിരലായതിനു വേണ്ടി പരിഗണിക്കുന്നില്ല എന്ന നിലക്ക് അവർ എന്ത് ചെയ്യും? ഇദ്ഗാമിലേക്കിട്ട് പോകും. എന്തിനാന്ന് വെച്ചാൽ തഖ്ഫീഫാണ് അവരുടെ ലക്ഷ്യം. ഇദ്ഗാം ചെയ്യുമ്പോൾ തഖ്ഫീഫ് ലഭിക്കും. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് അവർ അവിടെയും ഇദ്ഗാമിലേക്ക് പോയത്. മനസ്സിലായ? അപ്പോൾ അവിടെയും എന്തുണ്ടാകണില്ല? രണ്ട് സാക്കിന് ഒരുമിച്ച് കൂടുമ്പോൾ ഈ രണ്ട് സാക്കിന് ഇദ്ഗാമിന് വേണ്ടി, ഇദ്ഗാം ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സാക്കിന് എങ്ങനെ വരിക? ഉർദുദ് എന്ന് പറയുമ്പോൾ രണ്ട് സാക്കിന് വരണില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, പക്ഷേ ഇവർ ഇദ്ഗാം ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഹർക്കത്തിന് മുമ്പത്തിന് കൊടുക്കും. ഉർദുദ് ആ ദു ലമ്മ് മുമ്പത്തെ അക്ഷരത്തിന് റാവിന് കൊടുക്കും. പിന്നെ വസലിന് ഹംസ ആവശ്യം ഉണ്ടാവില്ല, അതിനെ കളയും. അപ്പോൾ റുദുദ് എന്നാവും. ഈ റുദുദ് എന്ന് പറയുമ്പോൾ ഇൽത്തിഖാഉസാക്കിൻ ഇനി വന്നല്ലോ. ഇനി നമ്മുടെ മുമ്പ് പഠിച്ച ഖിയാസ് പ്രകാരം, തത്വപ്രകാരം എന്താ വേണ്ടത്? ആദ്യത്തെ ദാലിന് ഹർക്കത്ത് കൊടുക്കാണ് വേണ്ടത്. എന്നാൽ ഇവിടെ ചെയ്തത് രണ്ടാമത്തെ ദാലിന് ഹർക്കത്ത് കൊടുത്തിട്ട് എന്തിനാണ്? രണ്ടാമത്തെ ദാലിന് ഹർക്കത്ത് കൊടുക്കാൻ അവർ ചെയ്യണത് അതെന്തിനാ? അവർക്ക് ഇദ്ഗാം ചെയ്യാൻ. മനസ്സിലായല്ലോ? ഇദ്ഗാമിലൂടെ എന്ത് ലഭിക്കും? തഖ്ഫീഫ് ലഭിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അവര് എന്ത് ചെയ്ത്? ആദ്യത്തിന് ഹർക്കത്ത് കൊടുക്കാതെ രണ്ടാമത്തിന് ഹർക്കത്ത് കൊടുത്തത്. മനസ്സിലായല്ലോ? ബനൂ തമീം. ഞമ്മക്ക് ഈ ജായിസ് അവിടെ പറഞ്ഞല്ലോ, ജായിസ് ആണെന്ന് പറഞ്ഞാൽ ആർക്ക്? നമുക്ക് ജായിസാണ്. കാരണം നമുക്ക് ബനൂ തമീം ആയാലും അഹ്ലി ജാസിക്കാരായാലൊക്കെ ഒരേമാതിരിയാണ്. അവര് രണ്ട് കൂട്ടക്കാരും ഓരോരുത്തരും രണ്ടും യൂസ് ചെയ്യണില്ല. ഒരു വിഭാഗം ഒന്നും, മറ്റൊരു വിഭാഗം മറ്റൊന്നാണ് യൂസ് ചെയ്യണത്. നമ്മളെ അപേക്ഷിച്ച് രണ്ടാൾ അറബികളാണ്, ആരുടെ ലോകത്തും നമുക്ക് സ്വീകരിക്കാൻ പറ്റും എന്നൊക്കെ നോക്കുമ്പോൾ രണ്ടും സ്വീകരിക്കാം. അപ്പൊ നമ്മളെ അപേക്ഷിച്ച് രണ്ടും ജായിസായി. മനസ്സിലായില്ലേ? ഇനി ഞാൻ വായിച്ചു നോക്കാം. അപ്പൊ വഫീ റുദ്ദ വലം യറുദ്ദ, റുദ്ദയിലും ലം യറുദ്ദയിലും മത്തിനെട്ടോ, ഈ റുദ്ദയും ലം യറുദ്ദയും തന്നെ ഒഴികെ, റുദ്ദയിലും ലം യറുദ്ദയിലും ഒഴികെ ഇവ രണ്ടും തന്നെ ഫി തമീമിൻ, ഫി ലുഗത്തി തമീമിൻ, ലോകത്ത് എന്താണ്? തമീംകാരുടെ ലോകത്തിലായ സ്ഥിതിയിൽ. ഇനി മിമ്മ, എന്തിനാൽ? മിമ്മ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു
ഒരു എന്താ പറയുക ആമായിട്ടുള്ളൊരു പദം മുമ്പ് വേണ്ടേ? റുദ്ദയിലും ലം യറുദ്ദയിലും എന്ന് പറഞ്ഞ എന്തിനാൽ എന്നുള്ളൊരു സാധ്യത ഉണ്ടാവുമോ? ഒരു ബയാൻ മുബഹമായിട്ടൊരു സാധനം വേണ്ടേ? ആ പോലോത്തത് എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. ഈ നമ്മളെ രണ്ടാമത്തെ ഷറത നുഖ്റ എന്ന് അവരുടെ ഷറഹില് ഇല്ലാ ഫി നഹവി എന്ന് കൂട്ടിയിരിക്കണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വഫി അവിടെ രണ്ട് കോലം നമുക്ക് ചെയ്യാം. ഒന്ന് വഫി റുദ്ദ എന്ന് പറഞ്ഞാൽ വഫി നഹവി റുദ്ദ എന്ന് സങ്കല്പിക്കാം. മനസ്സിലായോ? മുപ്പരത്ത് പ്രകാരം. ഇനി ഷെയ്ഖുൽ ഇസ്ലാം തങ്ങള് അവരുടെ ഷറഹിൽ ചെയ്തെന്താ? ഐ നഹവിഹിമാന്ന് തഫ്സീർ കൊടുത്താണ്. അങ്ങനെയല്ല നമുക്ക് വനഹവിഹിമാന്ന് സങ്കല്പിച്ചൂടെ? ഈ ആത്തിഫും ആത്തുഫും കളഞ്ഞു പോയിക്കൂടെ? വനഹവിഹിമ എന്ന് സങ്കല്പിച്ചിട്ട് അതിൽ നിന്ന് എടുക്കാം. മനസ്സിലായല്ലോ? ഏറ്റവും നല്ലത് ഒന്നാമത്തെ ഇക്കാരം വഫി റുദ്ദ വഫി നഹവി റുദ്ദ. അതാണ് രണ്ട് ഷെയ്ഖുൽ ഇസ്ലാം തങ്ങളും ഐ നഹ്വിഹിമ എന്നാണ് തഫ്സീർ കൊടുത്തത്. അപ്പൊ നമുക്ക് അത് പ്രകാരം സ്വീകരിക്കാം. അപ്പൊ അർത്ഥം വെക്കുകയാണെങ്കിൽ റുദ്ദ ലം യറുദ്ദയിൽ എന്ന് പറഞ്ഞാൽ റുദ്ദയിലും ലം യറുദ്ദ പോലോത്തതിൽ. ആ പോലോത്തത് എന്തിനാൽ? മിമ്മ ഒന്നിനാൽ. എങ്ങനത്തെ ഒന്നാണ്? ഫുറ മിൻ തഹരീക്കിഹി, അതിലേക്ക് ഹർക്കത്ത് കൊടുക്കലിനെ തൊട്ട് പേടിച്ചോടപ്പെട്ടിരിക്കുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ് പേടിച്ചോടുന്നത്? ലിതഖ്ഫീഫി, തഖ്ഫീഫിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഫഹുരിക സാനി, രണ്ടാമത്തെ അക്ഷരത്തിലേക്ക് ഹർക്കത്ത് കൊടുക്കപ്പെട്ടു. അപ്പൊ ഈ ഭാരത്തിൽ ഇവിടെ ലബുത്ത് ഇതിനെ ഒന്ന് ഹല്ല് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മിമ്മ ലം യറുദ്ദ, റുദ്ദ പോലോത്തത് എന്തിനാൽ? മിമ്മ ഫുറ മിൻ തഹരീക്കിഹി, ആ റുദ്ദ ലം യറുദ്ദക്ക് ഹർക്കത്ത് കൊടുക്കുക എന്നാണോ? റുദ്ദ ലം യറുദ്ദക്ക് ഹർക്കത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ രണ്ടാമത്തിന് ഹർക്കത്ത് കൊടുക്കുകയാണെങ്കിലും രണ്ടാമത്തെ ഹർക്കത്തിനെ തൊട്ട് പേടിച്ചു കൊടുക്കപ്പെട്ടു എന്ന് സങ്കല്പിച്ചാലും പറയാൻ പറ്റുമല്ലോ. അപ്പോ എന്ത് കിട്ടണം? ഒന്നാമത്തെ അക്ഷരത്തിനിക്ക് ഹർക്കത്ത് കൊടുക്കലിനെ തൊട്ട് പേടിച്ചോടപ്പെട്ടിരിക്കുന്നു കിട്ടണം. അപ്പോ റുദ്ദയിലും റുദ്ദ ലം യറുദ്ദ പോലോത്തത് എന്തിനാൽ? മിമ്മ ഒന്നിനാൽ എന്ന് പറഞ്ഞ മാദ്ദകളല്ലേ? എങ്ങനത്തെ മാദ്ദകളാണ്? ഫുറ മിൻ തഹരീക്കിഹി, അതിലെ ഒന്നാമത്തെ അക്ഷരത്തിനിക്ക്, അതിലെ മുത്തമാസിലെ രണ്ടക്ഷരത്തിലെ സാക്കിനേനിയ രണ്ടക്ഷരത്തിലെ ഒന്നാമത്തെ അക്ഷരത്തിനിക്ക് ഹർക്കത്ത് കൊടുക്കലിനെ തൊട്ട് പേടിച്ചോടപ്പെട്ടിരിക്കുന്നു. അതെന്തിനാണ് പേടിച്ചോടിക്കുന്നത്? ലി തഖ്ഫീഫി, തഖ്ഫീഫ് കരസ്ഥമാക്കാൻ വേണ്ടി. മനസ്സിലായല്ലോ? അപ്പൊ തഖ്ഫീഫ് എങ്ങനെ കരസ്ഥമാവുക? ഇദ്ഗാമിലൂടെ. ഇദ്ഗാം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ രണ്ടാമത്തെ നിലവിൽ സാക്കിനാണ്, അവ ഹർക്കത്ത് കൊടുക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഫഹുരിക സാനി, അങ്ങനെ രണ്ടാമത്തതിനിക്ക് ഹർക്കത്ത് കൊടുക്കപ്പെടുകയും ചെയ്തു. മനസ്സിലായല്ലോ? ഇനി ശറഹ് ഖൗലുഹു വഫി റുദ്ദ വലം യറുദ്ദ വല്ലസ്ലു ഉർദുദ്, വല്ലസ്ലു ഉർദുദ്. അവിടെ ലഫ്ദ് മുറാദ് അലമല്ലേ? അപ്പൊ ഇത്ത ഹംസ ഖത്തഇന്റെ ഹംസാവില്ലേ? അപ്പൊ വല്ലസ്ലു ഉർദുദ് വലം യർദുദ്, ഇതായിരുന്നല്ലോ അസ്ല്. അതാണ് ഇപ്പൊ റുദ്ദാന്നും ലം യറുദ്ദാന്നും ആയത്. ഞാൻ ചോദിക്കട്ടെ, എന്താ രണ്ടു ഉദാഹരണം? ഒന്ന് പറഞ്ഞ പോരെ? ജായിസ് ഉള്ള രണ്ടും ഒരേ മാതിരിയാണ്. എന്തിനാ രണ്ടു ഉദാഹരണം പറയണത്? റുദ്ദ മാത്രം പറഞ്ഞ, ലം യറുദ്ദ മാത്രം പറഞ്ഞ പോരെ? ഒന്ന് ബിനാ ആണ്, ഒന്ന് സുക്കൂന് ബിനായിയായ സുക്കൂനാണ്, ഒന്ന് അറാബിയായ സുക്കൂനാണ്. രണ്ടും മാരിലാണ്. ഇവിടെ വേറെയും ചർച്ച വരാണ് ഇൻഷാ അല്ലാഹ്, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ ഇനി വായിക്കട്ടെ. വല്ലസ്ലു ഉർദുദ് വലം യർദുദ്. ഇനി വിശദീകരിക്കുകയാണ്. ഫമൻ അദ്ഗമ, അപ്പൊ ആരെങ്കിലും ഇദ്ഗാം ചെയ്താൽ അസ്കനൽ അവ്വല, ഒന്നാമത്തെ അക്ഷരത്തിനേക്ക് സുക്കൂൻ കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ ഹർക്കത്ത് എടുത്ത് ഒഴിവാക്കുന്നു. മനസ്സിലായോ? ഒന്നാമത്തിന് സുക്കൂൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഹർക്കത്ത്, സുക്കൂൻ എന്ന് പറഞ്ഞാൽ അതമിൽ ഹർക്കത്ത് എന്നല്ലേ? അപ്പൊ ഒന്നാമത്തത് ആരെങ്കിലും ഇദ്ഗാം ചെയ്താൽ, ഇദ്ഗാം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, അങ്ങനെ ഉദ്ദേശിക്കാന്ന് അർത്ഥം കിട്ടുന്നില്ലേ ബുഗനിയിലൊക്കെ? ഒരു ഫിയലിന് 5 അർത്ഥം വയല് പെട്ടാണ്. ഉദ്ദേശിച്ചാൽ ഇതാ തവല്ലഅ്തും ഫഗ്സിലു വുജൂഹക്കും ഇല്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വുളു ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, വുളു എടുത്താൽ ഇതിനെ പോറേക്കണ്. അപ്പൊ ഫമൻ അദ്ഗമ, വല്ല ഒരുത്തനും ഇദ്ഗാം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ
എന്ത് ചെയ്യും? അസ്കനൽ ഔവല. ഇദാം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആരാ? അതിന്റെ ആൾക്കാർ ആരാ? ബനൂ തമീമാണ്. അപ്പൊ ഇദാം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അസ്കനൽ ഔവല, ഒന്നാമത്തെ അക്ഷരത്തിനേക്ക് സുകൂൻ കൊടുക്കും. വഹറക മാ ഖബ്ലഹു, ആ ഒന്നാമത്തെ അക്ഷരത്തിന് മുമ്പുള്ള ഒന്നിനേക്ക് ഹർക്കത്ത് കൊടുക്കും. ബി ഹർക്കത്തിൻ എന്നാണ്, ബി ഹർക്കത്തിഹി നയിക്കാരം. ഈ ഒന്നാമത്തതിന്റെ രണ്ടക്ഷരൂടി, രണ്ടക്ഷരത്തിലെ ഒന്നാമത്തെ അക്ഷരത്തിനേക്ക് സുക്കൂൻ കൊടുക്കുന്ന പറഞ്ഞത്. എന്നിട്ടോ ആ ഒന്നാമത്തെ അക്ഷരത്തിന് മുമ്പുള്ള ഒന്നിനേക്ക് ഹർക്കത്ത് കൊടുക്കുകയും ചെയ്യും. ബി ഹർക്കത്തിൻ എന്നാണ് ഇതില്, ബി ഹർക്കത്തിഹി എന്നാകും. ഏത്? ഈ ഒന്നാമത്തിന്റെ ഹർക്കത്ത് കൊണ്ട് ഹർക്കത്ത് കൊടുക്കും, അഥവാ ഇത് നഖ്ല് ചെയ്യുന്നു. അപ്പൊ ഉർദുദ് എന്ന് പറയുമ്പോ ദു, ഈ രണ്ടക്ഷരത്തിലെ ഒന്നാമത്തെ അക്ഷരമായ ദു, ആ ദു എന്നതിന്റെ ഹർക്കത്ത്, ദു എന്നതിന് സുക്കൂൻ കൊടുക്കും. എന്നിട്ട് ദൂന് മുമ്പുള്ള റാ എനിക്ക് ഇതിന്റെ ദാലിന്റെ ഹർക്കത്താണ് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒന്നാമത്തിന്റെ ഹർക്കത്ത് കൊണ്ട് ഹർക്കത്ത് കൊടുക്കും എന്നായിരിക്കും. മനസ്സിലായോ? അപ്പൊ എന്തുണ്ടാകും? ഫൽതഖസ് സാകിനാനി, രണ്ട് സുക്കൂനുള്ള അക്ഷരം കണ്ടുമുട്ടും. ഉറു ഉ ഉറു ദ് ദ്, ഉറു ദ് ദ് എന്നാകും. പിന്നെ വസ്ലിന്റെ ഹംസ ആവശ്യം ഉണ്ടാവില്ല, അത് കളയും. അപ്പൊ റു ദ് ദ് എന്നാകും. എന്നിട്ട് അവർ എന്ത് ചെയ്യും? ഫഹറക്കു സാനിയ, അവർ രണ്ടാമത്തെ അക്ഷരത്തിനേക്ക് അവർ ഹർക്കത്ത് കൊടുക്കും. എന്തിനാ? രണ്ടാമത്തെ അക്ഷരത്തിനേക്ക് ഹർക്കത്ത് കൊടുക്കും. നേരത്തെ ചെയ്തിരുന്നത് ഒന്നാമത്തെ അക്ഷരത്തിനേക്കായിരുന്നു, അതുകൊണ്ടാണ് ഇസ്തിസ്ന ചെയ്യപ്പെട്ടത്. അപ്പൊ എന്തിനാണ് രണ്ടാമത്തെ അക്ഷരത്തിനേക്ക് ഹർക്കത്ത് കൊടുക്കുന്നത്? ഇദ്ഗാം കിട്ടാൻ. ഇദ്ഗാം എന്തിനാ? തഖ്ഫീഫിന്. അതാണ് ഫഹറക്കു സാനിയ. എന്തേ രണ്ടാമത്തേക്ക് ഹർക്കത്ത് കൊടുത്തത്? ഒന്നാമത്തിന് എന്തുകൊണ്ട് കൊടുത്തില്ല? കാരണം ലിഅന്നഹും, തീർച്ചയായിട്ടും അവർ, ലൗ ഹറക്കുൽ അവ്വല, ഒന്നാമത്തേക്ക് അവർ ഹർക്കത്ത് കൊടുത്താൽ ലബതലൽ ഗറളു മിനൽ ഇദ്ഗാമി, ഇദ്ഗാമിനാലുള്ള ഗറള് ബാത്തിലാകും, ഇദ്ഗാമിനാലുള്ള ഉദ്ദേശം ബാത്തിലാകും. അവിടെ ശരിക്ക് അങ്ങോട്ട് എടുക്കരുത്. ഒന്നാമത്തേന് ഹർക്കത്ത് കൊടുത്താൽ പിന്നെ രണ്ടാമത്തിന് കൊടുക്കണില്ല എന്നല്ല എൻ്റെ അർത്ഥം. അപ്പൊ ഇനി ഇദ്ഗാം പറ്റൂല, രണ്ടിനും കൂടി കൊടുക്കാന്നുള്ള പറ്റൂലല്ലോ. അപ്പൊ രണ്ടാലൊന്നിന് കൊടുക്കുമ്പോൾ ഒന്നാമത്തേന് കൊടുത്താൽ പിന്നെ അവിടെ ഇദ്ഗാം പറ്റൂല. രണ്ടാമത്തെ സാക്കിനായതുകൊണ്ട് ഇദ്ഗാം നടക്കൂല. ഇദ്ഗാം നടന്നിട്ടില്ലെങ്കിൽ എന്തുണ്ടാവില്ല? തഖ്ഫീഫ് ലഭിക്കില്ല. അപ്പൊ ഇദ്ഗാമിനാലുള്ള ഗറള് ബാത്തിലാകും. അതെന്താണ്? വഹുവ തഖ്ഫീഫു. അത് തഖ്ഫീഫാണ്. ഇദ്ഗാമിനുള്ള ഗറള് എന്താ? തഖ്ഫീഫാണ്. ആ ഗറള് ഇവിടെ ബാത്തിലാകും എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കാതെ പോകും. മനസ്സിലായില്ലേ? ഈ ലൗ ഹറക്കുൽ അവ്വല എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒന്നാമത്തിന് ഒരു ഹർക്കത്ത് കൊടുത്താൽ, ശരിക്കും ഇങ്ങനെയാണ്, ഒന്നാമത്തിന് ഹർക്കത്ത് കൊടുത്താൽ അവിടെ ഇദ്ഗാം ലം യസ്ലഹ്, ഇദ്ഗാം പറ്റൂല. കാരണം രണ്ടാമത്തേന് സുക്കൂനാണ്. അപ്പൊ ഇദ്ഗാം പറ്റൂല. ഇദ്ഗാം പറ്റാതിരുന്നാൽ തഖ്ഫീഫ് ലഭിക്കൂല. അതാണ് അതിന്റെ ഒരു കൃത്യം. മനസ്സിലായല്ലോ? ഇനി അതാണ് അവരുടെ വിഷയം. ഫാഹിലുൽ ഹിജാസി എന്നാണ്, വാഹിലുൽ ഹിജാസി എന്ന് മതിയില്ലേ? അവിടെ തഫ്രീന് വലിയ ഒരു വഴിയില്ലല്ലോ. വാഹിലുൽ ഹിജാസി എന്നായിരിക്കും നല്ലത്. വാഹിലുൽ ഹിജാസി. അപ്പോ ഫാഹിലുൽ ഹിജാസി എന്ന് പറഞ്ഞാൽ വാഹിലുൽ ഹിജാസി എന്നുള്ള ഇതാക്കാം. അഹ്ൽ ഹിജാസിക്കാരാകുന്നത്. അഹ്ൽ ഹിജാസിക്കാരുടെ ലോകത്തിനെ അതിന് മുമ്പ് ഈ അഹ്ൽ ഹിജാസ് എന്നുള്ളത് ശറഹ് വിശദീകരിക്കുന്നിടത്തു നിന്ന് അങ്ങനെ ഒരു ബനൂ തമീം അഹ്ൽ ഹിജാസ് എന്നുള്ള ഒരു ധ്വനി വന്നിട്ടില്ല. മത്തിന് പ്രകാരം നോക്കിയിട്ട് ബനൂ തമീമിന്റെ ആണ് ഇത്, അഹ്ൽ ഹിജാസിക്കാരുടെ ഇതിനെ നീ അറിയാൻ ഉദ്ദേശിച്ചാൽ അങ്ങനെ പറ്റും. മത്തിന്മക്ക് നോക്കുമ്പോൾ മത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഫീ തമീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തമീംകാരുടെ ലോകത്തിൽ എങ്ങനെയാണ്? അപ്പൊ അഹ്ൽ ഹിജാസിക്കാരുടെ ലോകത്തോ അതിനെ നീ അറിയാൻ ഉദ്ദേശിച്ചാൽ ഞാൻ പറയുന്നു അഹ്ൽ ഹിജാസിക്കാർ യഖൂലുന ഉർദുദ്. ഓക്കെ. പക്ഷെ ഷർഹ് ഇങ്ങനെ ഒന്നുകൊടുത്ത് മൻ അദ്ഗമ, അവിടെ ബനൂ തമീം ഒന്നും അവര് ധ്വനിപ്പിച്ചിട്ടില്ല. അപ്പൊ അത് പ്രകാരമാണ് ഞാൻ പറഞ്ഞത് വഅഹ്ലുൽ ഹിജാസി എന്ന് വേറെ ആക്കി പറയാന്ന് പറഞ്ഞത്. ഏതാനും ഫഅഹ്ലുൽ ഹിജാസി, അഹ്ൽ ഹിജാസിക്കാരാകുന്നത് യഖൂലുന, അവർ പറയുന്നു ഉർദുദ്, ഉർദുദ് എന്നവർ പറയുന്നു, വലം യർദുദ്, ലം യർദുദ് എന്നൊക്കെ അവർ പറയുന്നു. അലൽ അസ്ലി, അസ്ല് പ്രകാരം, മിൻ ഗൈരി ഇദ്ഗാമിൻ, അസ്ൽ എന്താ? അതായത് മിൻ ഗൈരി ഇദ്ഗാമിൻ, ഇദ്ഗാം കൂടാതെ.
അസ്ൽ അതാണല്ലോ, ഇദ്ഗാമില്ലാതിരിക്കലാണല്ലോ അസ്ല്. അപ്പൊ അതായത് മിൻ ഗൈരി ഇദ്ഗാമിൻ, ഇദ്ഗാം കൂടാതെ അവർ ഇദ്ഗാമില്ലാതെ അവർ ഉർദുദെന്നും ലം യർദുദെന്നും പറയുന്നു. അതെന്തേ? അവരുടെ ന്യായം എന്താ? എന്തേ കാരണം? ലിഅന്ന ഷർത്തൽ ഇദ്ഗാമി, ഇദ്ഗാമിന്റെ ഷർത്താകുന്നത്, നിബന്ധന എന്താ? അല്ലാ യകൂന സാനി സാക്കിനൻ, രണ്ടാമത്തെ അക്ഷരം സാക്കിനാവാതിരിക്കണം അല്ലേ? രണ്ടാമത്തെ അക്ഷരം സാക്കിനായാൽ പറ്റൂലല്ലോ. സാക്കിനാവാതിരുന്നാലേ അഥവാ മുത്തഹരിക്കായാൽ മാത്രമേ ഇദ്ഗാം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ സാക്കിനായതുകൊണ്ടാണ്, ഉറുദുദിലും ഉറുദു സാക്കിനായതുകൊണ്ട് അവർ ഇദ്ഗാം ചെയ്തില്ല. അപ്പൊ ബനൂ തമീമുകാർ എന്തേ ചെയ്തു? ബനൂ തമീമിൻ, ബനൂ തമീം ഗോത്രക്കാർ ലം യഅ്തബിറു സുകൂന, അവർ ഈ സുക്കൂനിനെ അവർ പരിഗണിച്ചില്ല. ഈ സുക്കൂനിനെ എന്തേ കാരണം? ലിഉറൂദിഹി, അത് ആരിലായതിനു വേണ്ടി. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു ചോദ്യം വരും, ആരിലായതിനു വേണ്ടിയിട്ട് അവർ സുക്കൂനെ പരിഗണിച്ചില്ല, അതുകൊണ്ട് അവർ അവിടെ ഇദ്ഗാം ചെയ്തു. അപ്പോൾ ഒരു ചോദ്യം വരും, നമ്മളെ ഈ ജമ്മു മുന്നസിന്റെ ഒക്കെ നൂന് അതിൻ്റെ അങ്ങോട്ടുള്ള അവസാനം വരെ മദത്തു, മദദിന, മദത്തു, മദത്തി എല്ലാം ഉണ്ടല്ലോ. ആ ബാക്കി സീഗകളൊക്കെ അവസാനം വരെയുള്ള സീഗകളിലൊക്കെ ഇദ്ഗാം മുംതനിയായ സ്ഥലങ്ങളാണല്ലത്. ജമ്മു മുന്നസ് ഗായിബ് മുതൽ അവസാനം വരെയുള്ള മാലി ഇവിടെ സീഗകൾ അല്ലേ? അവകളിൽ എന്തില്ല? അവിടെ ഇദ്ഗാം മുംതനിയാണ്, പറ്റൂല. പക്ഷെ അവിടെ ഈ ചോദ്യം വരുമല്ലോ, അവിടുത്തെ ഈ സുക്കൂൻ ആരിലാണ്? കാരണം അസ്ലിയ അക്ഷരത്തിന് മൂന്നിനും ഫത്തഹാണല്ലോ, അല്ല മൂന്നിനും ഹർക്കത്താണ് മാലിയാകുമ്പോ. മദ്ദാസിലു മദദ അങ്ങനെ വരുമ്പോ പിന്നെ മദദന എന്നല്ല പറയാ, മദദിനാന്ന് ഇതെങ്ങനെ വന്നു? അപ്പൊ മദദിന സുക്കൂന് പുതിയ ആരിലാണല്ലോ. അപ്പൊ അവിടെ എന്തുകൊണ്ട് ബനൂ തമീംകാര് മുംതനിയാണെന്ന് പറഞ്ഞു? ഈ ആരിലിന്റെ കൂട്ടത്തിൽ, ജായിസിന്റെ കൂട്ടത്തിൽ അവിടെയും അവർക്ക് ഇതിനെയും ഉൾപ്പെടുത്തണ്ടേ എന്നൊരു ചോദ്യം വരുമല്ലോ. അതിന് മറുപടി ബഹുമാനപ്പെട്ട ഇമാം തഫ്താസാനി തങ്ങള് സഞ്ചാന്റെ ഷറഹിൽ, സഞ്ചാന ഷറ ഉണ്ടല്ലോ, അതിൽ തന്നെ പറയുന്നുണ്ട്. എന്താ പറയണത്? ഈ സുക്കൂൻ എന്തിനാ കൊണ്ടുവന്നത്? ഇവര് എന്തിനാണ് ഇവിടെ സുക്കൂൻ കൊടുത്തത്? ഈ ആരിലാണെങ്കിലും ഈ സുക്കൂൻ കൊണ്ടുവന്നതിന് അറലുണ്ട്. തവാലിൽ ഹർക്കാത്ത് ഒന്ന്, അത് മാത്രല്ല, ഈ അവസാനത്തെ ലമീർ ഉണ്ടല്ലോ, ലമീർ കലിമത്തിന്റെ ജുസ് ആണെന്ന് അറിയിക്കാൻ വേണ്ടി, ജുസ് പോലെയായിട്ടുണ്ട്, ശേഷമുള്ള ലമായിറുകൾ ഈ ഫേലുകളുടെ ജുസ് പോലെയായിട്ടുണ്ട് എന്നറിയിക്കാനാണ്. അപ്പോ സുക്കൂനാണ് കൊടുക്കുമ്പോ എന്തായി? തവാലിൽ ഹർക്കാത്ത് വരുന്നത് കൊണ്ട് പേടിച്ചിട്ടാണ് സുക്കൂൻ കൊടുത്തത് എന്നുള്ളത് വരുമല്ലോ. അതായത് മദദന എന്ന് പറയുമ്പോ ചിലപ്പം എന്താണ്? തവാലിൽ ഹർക്കാത്ത് പറ്റൂലല്ലോ, തവാലിൽ അറബ് പറ്റൂല. അപ്പോ എന്ത് വിചാരിക്കും? ഈ ന എന്നുള്ളത് പുറത്താന്ന് വിചാരിക്കുക. മദദ ന അല്ലെങ്കിൽ മദദ തു എന്ന് പറയുമ്പോ തവാലിൽ ഹർക്കാത്ത് ജായിസല്ലല്ലോ. അപ്പൊ ഒരു കലിമത്തിൽ തവാലിൽ ഹർക്കാത്ത് ജായിസല്ല. അപ്പൊ ഇവിടെ തവാലിൽ ഹർക്കാത്ത് വന്നത് ഒരു കലിമത്ത് ആവാത്തത് കൊണ്ടായിരിക്കാം, ഈ ന എന്നുള്ളത് വേറൊരു കലിമത്ത് ആയതുകൊണ്ടായിരിക്കാം എന്ന് വരും. അപ്പൊ അങ്ങനെയല്ല, ഇത് ഒരു കലിമത്തിന്റെ ജുസു പോലെ ആയിട്ടുണ്ട് എന്നറിയിക്കാൻ തവാലിൽ ഹർക്കാത്ത് ഉണ്ടാവുമല്ലോ ഇവിടെ, തവാലിൽ ഹർക്കാത്ത് ഇവിടെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് എന്താണ് സുക്കൂൻ കൊടുത്തതാണ് എന്ന് വരുമ്പോ അപ്പോ ഈ ന്യൂനുൽ ലമീർ അല്ലെങ്കിൽ ലമായറുകളൊക്കെ ഈ കലിമത്തിന്റെ ജുസ് പോലെ ആയിട്ടുണ്ട് എന്ന് അറിയിക്കും, എന്ന് മനസ്സിലാകും. അപ്പൊ ഈ സുക്കൂൻ കൊടുത്തോണ്ടല്ലേ പറ്റിയത്. ഇനി ഇദ്ഗാം ചെയ്യാൻ ഹർക്കത്ത് കൊടുക്കണം, അപ്പൊ പിന്നെ ആ വറല് നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് അവിടെ എന്ത് പറ്റൂല? ഇദ്ഗാം ചെയ്യാൻ പറ്റൂല, ഇദ്ഗാം മുംതനിയായി. മനസ്സിലായല്ലോ? അത് തഫ്താസാനി ഇമാമിന്റെ ഷർഹ് ഇതാ നോക്കിയാൽ മതി. ഇനി ഈ ലം റുദ്ദ ലം റുദ്ദ എന്നാണ് പറഞ്ഞത്. റുദ്ദയിലും ലം റുദ്ദയിലും എന്നാണല്ലോ മുസന്നിഫ് പറഞ്ഞത്. അപ്പോ ഷാരി പറയാം സുമ്മ അശാറ, പിന്നെ മുസന്നിഫ് സൂചിപ്പിച്ചു ഇലല്ലാബിത്തിൽ മുഖ്തലി തഹരീക സാനി, രണ്ടാമത്തെ അക്ഷരത്തിലേക്ക് ഹറക്കത്ത് കൊടുക്കുന്നതിനെ തേടുന്ന ആ ഖായിദ ലാബിത്ത്, അതിലേക്ക് മുസന്നിഫ് സൂചിപ്പിച്ചു ബി ഖൗലിഹി, അവരുടെ കൗല് കൊണ്ട്. എന്താ കൗല്? മിമ്മാ ഫുറ ഇലാ ആഖിരിഹി, അതിന്റെ കൗല് കൊണ്ട് എന്ന അവരുടെ കൗല് കൊണ്ട് സൂചിപ്പിച്ചു. വഖദ് ബയ്യന്നാഹു, അതിനെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. വിശദീകരിച്ചല്ലോ നേരത്തെ. എന്താണ് അതിന്റെ കാരണങ്ങൾ സഹിതം വിശദീകരിച്ചല്ലോ. രണ്ടാമത്തതിന് മിമ്മാ ഫുറ മിൻ തഹരീക്കി ലി തഖ്ഫീഫി, എന്തുകൊണ്ട്
എന്നൊക്കെ ഷാരി വിശദീകരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ റുദ്ദയിലും മാത്രമല്ല, ഇങ്ങനെ ഒന്നാമത്തെ അക്ഷരത്തിനക്ക് ഹർക്കത്ത് കൊടുക്കാൻ പേടിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ എന്തോ അവിടെ ഒന്നും എന്ത് ചെയ്യില്ല, ഒന്നാമത്തിന് ഹർക്കത്ത് കൊടുക്കൂലല്ലോ, രണ്ടാമത്തിന് ഹർക്കത്ത് കൊടുക്കേണ്ടി വരും. മനസ്സിലായല്ലോ? അപ്പൊ ആ ലാഭത്തിലേക്ക് മുസ്ലിം തങ്ങൾ ഇങ്ങനെ സൂചിപ്പിച്ച മിമ്മാ ഫുറ മിൻ തഹരീഖിഹി ലിതഖ്ഫീഫി ഫഹുരിക സാനി. മനസ്സിലായല്ലോ? ഇവിടെ മറ്റൊരു കാര്യം എൻ്റെ താഴെ ഷറയിലൊക്കെ പറയുന്നുണ്ട്. എന്താ അറിയോ, ഈ നൂനുൽ ഖഫീഫത്ത് ഒരു സുക്കൂനുമായി കണ്ടുമുട്ടിയാൽ, നൂനുൽ ഖഫീഫത്ത് മദ്ദല്ലല്ലോ, മദ്ദിന്റെ അക്ഷരമല്ലല്ലോ. ഒരു സാക്കിനുമായി കണ്ടുമുട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നൂനുൽ ഖഫീഫത്തിന് ഹർക്കത്ത് കൊടുക്കുക എന്നുള്ളതാണല്ലോ നിയമം വേണ്ടത്. നമ്മളെ മുമ്പത്തെ തത്വപ്രകാരം അതിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഒഴിവാക്കി. പക്ഷെ ആ ഒഴിവാക്കേണ്ട കൂട്ടത്തിൽ പെട്ടതായിരുന്നു ആര്? നൂനുൽ ഖഫീഫത്ത്. കാരണം ഹഫീഫത്തായ നൂന് ശേഷ സാക്കിനുമായി കണ്ടുമുട്ടിയാൽ കളയാണ് ചെയ്യുക. മനസ്സിലായോ? കളയുകയാണ് ചെയ്യുക. അപ്പോൾ അതിനെ ഒഴിവാക്കണമായിരുന്നു. താഴെ ഷറഹിൽ വകാന അലൈഹി അൻ യസ്തസ്നിയ നൂന തഅക്കീദിൽ ഖഫീഫതി ഫഇന്നഹാ ലാ തുഹറകു, അതിനിക്ക് ഹർക്കത്ത് കൊടുക്കപ്പെടുകയില്ല. ബൽ തുഹദഫു ഇദാ ഇജ്തമഅത് മഅ സാകിനിൻ ആഖറ, മറ്റൊരു സാക്കിനുമായിട്ട് കണ്ടുമുട്ടിയാൽ ഫർഖൻ ബൈനഹുമാ വബൈന തൻവീനി. മനസ്സിലായോ? അപ്പൊ ഫർഖൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഖഫീഫത്തായ നൂനെ അവിടെ കളഞ്ഞത് ഹർക്കത്ത് കൊടുത്തില്ല. ഫർഖൻ ബൈനഹുമാ വബൈന തൻവീനിയാണ്. തൻവീനിൽ എന്താണ്? തൻവീനിൽ ഹർക്കത്ത് കൊടുക്കാനല്ലേ ചെയ്യുക, അല്ലേ? എന്നാൽ അതുമായിട്ട് ഫർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നൂനുൽ ഖഫീഫത്തിനെ കളയണം എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതും ഇവിടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സിലായല്ലോ? ഇനി ഹിജാസിക്കാര് ഒരു കാര്യം, ഈ അഹ്ലു ഹിജാസിക്കാരാരാ? ആരൊക്കെയാണ് എന്നറിയോ? അഹ്ലു ഹിജാസിക്കാര് ഏകദേശം മക്ക മദീന ഭാഗം എന്നൊക്കെ അറിയിക്കാരം, എന്നാലും ഏകദേശം കുറച്ച് ഭാഗമുണ്ട്. ഖലീഫ ഹാഷിയ തഫ്താസാനി, ഷറു തഫ്താസാനിന്റെ ഹാഷിയന് ഖലീഫ. അപ്പോൾ ഖലീഫയിൽ എന്ന് പറയുന്നത് ഫി ലുഗത്തിൽ ഹിജാസിയീന അൽ മൻസൂബിന ഇലൽ ഹിജാസ് വഹുവ മക്കത്തു വൽ മദീനത്തു വൽ യമാമത്തു വഖുറാഹ വത്വായിഫു മഅ വാദിഹ വഹുവ ഫജ്ജു മിൻ ഖുറാ മക്കത്ത വഖൈബറു മിൻ ഖുറൽ മദീന. അവിടെ വേറെ പ്രശ്നം, വഫിൽ വസീത്തി വന്നിഹായത്തി ലിശാഫിഇയ്യ ഫി ബഅദിൽ കുതുബി തസ്ഹീഫുൽ യമാമത്തി ബിത്തിഹാമ ഖാല ഇബ്നു സ്വലാഹി വഹുവ ഗലത്തുൻ ലിഅന്ന തിഹാമത ലാ തദ്ഖുലു അലിഫ് വൽ ലാമു വൽ യമാമത്തു യൽസമുഹു അലിഫ് വൽ ലാമു. ഏതാനും അവിടെ ആദ്യം പരിചയപ്പെടുത്തുമ്പോൾ അൽ മക്കത്തു, മക്ക മദീന യമാമ അതിൻ്റെ ഖുറകൾ, ത്വായിഫ് മഅ വാദിഹ, ഖൈബറു മിൻ ഖുറമിൽ മദീന, ഇതടങ്ങുന്ന പ്രദേശമാണ് ഹിജാസ്. ഹിജാസിക്കാർക്ക് ഹിജാസ് എന്ന് പേര് പറയുമ്പോൾ സുമ്മിയൽ ഹിജാസു ഹിജാസൻ, ഈ അഹ്ലി ഹിജാസ്, ഈ ഹിജാസ് ഈ പ്രദേശമാണല്ലോ. ഇനി ഹിജാസ് എന്ന് പറയാൻ അറിയില്ല, ഹജസ ബൈന തിഹാമത്ത വ നജിദിൻ, നജിദ് തിഹാമിൻ്റെ ഇടയിൽ ഹാജിസാണ്. വേറെയും കാരണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം. മനസ്സിലായല്ലോ? ഓക്കെ, ഒന്നത്ര മതിയില്ലേ? ഞാൻ അടുത്ത പാഠം വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. യത്തഖി എന്ന സൂറത്ത് നൂറിൽ യത്തഖി എന്നുണ്ടല്ലോ, ആ യത്തഖിയെ സംബന്ധിച്ചിട്ടാണ് പറയാനുള്ളത്. യത്തഖി ഈ ബാബ് പെട്ടതാണോ, നമ്മളെ കത്തിഫ് ഇൻതൊൽഖ അതിൽ പെട്ടതാണോ എന്ന് പറഞ്ഞവരുണ്ട്. മുസന്നിഫ് അല്ല. ഖിറാഅത്തു ഹഫ്സിൻ വയത്തഖി ലൈസത്ത് മിൻഹു അലൽ അസ്ഹി, അതാണ് ഇൻഷാ അല്ലാഹ് അടുത്തെടുക്കാനുള്ളത്. ഇത് ശരിക്ക് നോക്കിയിട്ട് വരിക. കാര്യമായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ എല്ലാ ഹാഷികളും, പ്രത്യേകിച്ച് ഏതാണ് ഖലറി യസ്ദി റഹ്മത്തുള്ളാഹി അലൈഹി, പിന്നെ ഹാഷിയത്തുൻ നിലാം, ഷറഹുൻ നിലാം, അതുപോലെ ഷറഹുൽ കമാൽ, പിന്നെ റളി എന്നവരുടെ ഷർഹുണ്ട്, പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഒരുപാട് ഷർഹ്. അതുപോലെ ഇസാമുദ്ദീൻ ഇസ്ഫറായിന്തങ്ങളുണ്ടല്ലോ, അവരുടെ ഷർഹുണ്ട്. അതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ
ഓവർ പറയണില്ല, സാധാരണ പേര് തോനെ പറയുന്ന ആളാണ്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ തോനെ കണ്ടില്ല. അപ്പോൾ അതൊക്കെ ശരിക്കും നോക്കിയിട്ട് വരിക. അവസാനിപ്പിക്കല്ലേ?